ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങളെ അളകൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ സന്ധ്യയുടെ രാമത്തിലെ കർത്താവിൻ്റെ തൃപ്പാദത്തിൽ അടിയങ്ങൾക്കായിരിക്കാൻ ഒരവസരം കൂടെ തന്നോർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നപ്പാ. സ്തുതിക്കുന്നു. 2-3 പേര് യേശുവിൻ്റെ നാമത്തിൽ കൂടുന്നവരുടെ മധ്യേ വരാമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന പൊന്നു കർത്താവ് ഞങ്ങളുടെ മധ്യേ വന്നിരിക്കുകയായി സ്തോത്രം ചെയ്യുന്നു. ധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന പൊന്നു കർത്താവ് ഞങ്ങളുടെ മധ്യേ വന്നിരിക്കാൻ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഈ പകലന്തിയോളം കർത്താവിൻ്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരുന്ന് അവിടുത്തെ കൃപയിൽ ഞങ്ങളെ പൊതിഞ്ഞ് കർത്താവിൻ്റെ ബലത്തിൽ ഞങ്ങളെ നടത്തിയതോർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നപ്പാ. സ്തുതിക്കുന്നു ആപത്തപാടങ്ങൾ അനർത്ഥങ്ങൾ നിറഞ്ഞ ഈ ലോകത്തിൽ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ ഞങ്ങളെ കാത്തുപരിപാലിക്കുന്ന അവിടുത്തെ സ്നേഹമോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നപ്പാ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അപ്പാ പിതാവേ എന്ന് വിളിപ്പാനുള്ള സ്വന്തം പുത്രൻ്റെ ആത്മാവിനെ ഞങ്ങൾക്ക് തന്ന് കർത്താവ് ഞങ്ങളെ സ്നേഹിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, സ്വന്തം പുത്രനെ ആദരിക്കാതെ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ യേശുവിനോടുകൂടി സകലവും നൽകിയിരിക്കാൻ സ്തോത്രം ചെയ്യുന്നപ്പാ. സ്തുതിക്കുന്നു കർത്താവേ. ഇതിൻ്റെ മുമ്പാകെ പല ഭവനങ്ങളിലായിരുന്ന ഞങ്ങൾക്ക് ഒത്തുചേരുവാനും അവിടുത്തെ നാമം സ്തുതിപ്പാനും അവിടുത്തെ നാമം മഹത്വം എടുക്കുവാനും ഞങ്ങളിലൂടെ ഇടയാകുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളെ വന്ന വഴിയൊക്കെയും അവിടുന്ന് കാത്തുപരിപാലിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. വരാൻ ആഗ്രഹിക്കുന്ന മക്കളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവെ. കർത്താവെ, അവരുടെ വരും വഴികളിലൊക്കെയും അവിടുത്തെ സാന്നിധ്യം കൂടെ ഇരുന്ന് ദൂതന്മാരുടെ കാവലെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ വന്ന് ചേർന്നിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവെ. വാക്കുകൊണ്ട്, ചിന്ത കൊണ്ട്, പ്രവൃത്തി കൊണ്ടൊക്കെയും ഞങ്ങളിൽ നിന്നും മനസ്സോടും മനസ്സുകൂടാതെയും അറിവോടും അറിവുകൂടാതെയും പല തെറ്റുകളും വാക്കുകളും ഒക്കെയും വന്നു പോയിട്ടുണ്ട് കർത്താവെ. പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന അനേക പാപ സ്വഭാവങ്ങൾ അടിയങ്ങളിലുണ്ടെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു കർത്താവെ. നീതീകരിക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്യുന്ന രക്തത്താൽ അടിയങ്ങളെ കഴുകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഓരോ വചനം കേൾക്കുമ്പോഴും കർത്താവെ ഞങ്ങളെ അത് ശുദ്ധീകരിക്കുന്നതാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സത്യമജകളിലൊക്കെയും തുളച്ചിറങ്ങി കർത്താവെ ആ ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരായി തീരുവാൻ തക്കവണ്ണം ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പരിശുദ്ധാത്മാവെ, വേണ്ടും പോലെ ഞങ്ങൾക്ക് പ്രാർത്ഥിപ്പാൻ അറിയാമേല. ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ അടിയങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അടിയങ്ങളുടെ പാപങ്ങളെയും ശാപങ്ങളെയും അടിയങ്ങളുടെ രോഗങ്ങളെയും അടിയങ്ങളുടെ സകല തിന്മകളെയും അവിടുത്തെ ക്രൂശിലേക്ക് കയറ്റി കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി ആ ക്രൂശിൽ തൂങ്ങി അവസാന തുള്ളി രക്തം വരെയും ഞങ്ങൾക്ക് വേണ്ടി ഊറ്റിത്തന്ന് ഞങ്ങളുടെ പാപമോചനത്തിന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ. ഞങ്ങൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും കർത്താവെ ഞങ്ങൾ നാവ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നു കർത്താവെ. സ്തോത്രം സ്തോത്രം. നന്ദി കർത്താവെ. ഞങ്ങളുടെ ഹൃദയ നിരൂപണങ്ങളെയൊക്കെയും ദൂരത്ത് നിന്നേ അറിയുന്നവനായ കർത്താവെ, അങ്ങയ്ക്ക് മറവായത് ഒന്നുമില്ലല്ലോ കർത്താവെ. അടിയങ്ങൾക്ക് അവകാശം പറയുവാനായിട്ട് ഒന്നുമില്ല കർത്താവെ. അവിടുന്ന് തന്ന ദാനമല്ലാതെ ഒന്നുമില്ല കർത്താവെ. ഈ ആയുസ്സും ആരോഗ്യവും ഇതുമെല്ലാം സകലതും ഞങ്ങൾക്ക് അവിടുന്ന് തന്ന ദാനമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ. തന്നതല്ലാതെ ഒന്നുമില്ല കർത്താവെ. ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടി അപ്പൻ്റെ തൃപ്പാദത്തിൽ ആയിരിക്കാൻ തന്ന വലിയ അവസരത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ സ്തുതിപ്പാനും അങ്ങനെ ആരാധിപ്പാനും സ്തുതികളും മഹത്വപ്പെടുത്തുവാനും ഒക്കെയും തന്ന അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. വചനം പറയുന്നതിൻ്റെ ദാസനെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവെ. ശരീരത്തിൻ്റെ ബലഹീനതകളൊക്കെയും അവിടുന്ന് അറിയുന്നുവല്ലോ കർത്താവെ. ഇത്രത്തോളം ബലപ്പെടുത്തി കർത്താവെ ഇതിനായിട്ട് ഒരുങ്ങുവാൻ, ഈ ശുശ്രൂഷയ്ക്കായിട്ട് ഒരുങ്ങുവാൻ തക്കവണ്ണം നിന്റെ ദാസനെ ബലപ്പെടുത്തിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ക്രൂശിൻ്റെ മറവിൽ മറച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സകലമാനവും മഹത്വം യേശുവിന്, സകലവും ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന്റെ പ്രാർത്ഥനയാണ് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നൂറ്റി 56 പാട്ട്. നൂറ്റി 56.
യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാം തന്റെ പ്രിയ ജനമേ ഉണർന്നിടുക. തന്റെ വേലയെ തികച്ചു നാം ഒരുങ്ങിടുക. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാം തന്റെ പ്രിയ ജനമേ ഉണർന്നിടുക. തന്റെ വേലയെ തികച്ചു നാം ഒരുങ്ങിടുക. കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കെട്ടിടാൻ. കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കെട്ടിടാൻ. കാന്തൻ വരാറാ നാമും പോകാറായി. കാന്തൻ വരാറാ നാമും പോകാറാ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ നാമക്കൊണ്ട് സാത്താനോട് എതിർത്തിടാം ദൈവജനമേ. ഇനി തോൽവിയില്ല, ജയം നമുക്കവകാശമേ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ നാമക്കൊണ്ട് സാത്താനോട് എതിർത്തിടാം ദൈവജനമേ. ഇനി തോൽവിയില്ല, ജയം നമുക്കവകാശമേ. കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കെട്ടിടാൻ. കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കെട്ടിടാൻ. കാന്തൻ വരാറാ നാമും പോകാറായി. കാന്തൻ വരാറാ നാമും പോകാറാ. ആത്മബലത്താൽ നാം കോട്ടകൾ തകർത്തിടും. രോഗം ദുഃഖം മാറിടും യേശുനാമത്തിൽ. ഇനി ഭീതിയില്ല, ജയം നമുക്കവകാശമേ. ആത്മബലത്താൽ നാം കോട്ടകൾ തകർത്തിടും. രോഗം ദുഃഖം മാറിടും യേശുനാമത്തിൽ. ഇനി ഭീതിയില്ല, ജയം നമുക്കവകാശമേ. കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കെട്ടിടാൻ. കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കെട്ടിടാൻ. കാന്തൻ വരാറാ നാമും പോകാറാ. കാന്തൻ വരാറാ നാമും പോകാറാ. ശാപങ്ങൾ തകർന്നിടും യേശുവിന്റെ നാമത്തിൽ. ഭൂതങ്ങൾ വിട്ടോടിടും യേശുനാമത്തിൽ. ഇനി ശോകമില്ല, ജയം നമുക്കവകാശമേ. ശാപങ്ങൾ തകർന്നിടും യേശുവിന്റെ നാമത്തിൽ. ഭൂതങ്ങൾ വിട്ടോടിടും യേശുനാമത്തിൽ. ഇനി ശോകമില്ല, ജയം നമുക്കവകാശമേ. കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കെട്ടിടാൻ. കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കെട്ടിടാൻ. കാന്തൻ വരാറായി നാമും പോകാറായി. കാന്തൻ വരാറായി നാമും പോകാറായി. കാന്തൻ വരാറായി നാമും പോകാറായി. കാന്തൻ വരാറായി നാമും പോകാറായി. 153. 153. തിരഞ്ഞെടുത്തെന്നെ തിരുഹിതം ചെയ്യുവാൻ ദേവനിൻ കരുണയിതേ. യോഗ്യത ലേശവുമില്ലാതെ തിരഞ്ഞെടുത്തെന്നെ തിരുഹിതം ചെയ്യുവാൻ ദേവനിൻ കരുണയിതേ. യോഗ്യത ലേശവുമില്ലാതെ ആയുസ്സിൽ ഇതുപോലൊരു ഭാഗ്യം. ആയുസ്സിൽ ഇതുപോലൊരു ഭാഗ്യം
യാക്കോബേ എന്നു യാഹവൻ അരുളിയതാ. പോകുന്നു രക്ഷയിൻ വാർത്തയുമാ, ഭയമിനി വേണ്ട യാക്കോബേ എന്നു യാഹവൻ അരുളിയതാ. പോകുന്നു രക്ഷയിൻ വാർത്തയുമാ, ജയം തരും ബലം തരും ദൂതരും. ജയം തരും ബലം തരും ദൂതരും, സന്നിധി കൂടങ്ങു പോന്നിടും. പിന്നിവിടെന്തു ഭയം നീടാൻ, പിന്നിവിടെന്തു ഭയം നീടാൻ. തിരഞ്ഞെടുത്തന്നെ തിരുഹിതം ചെയ്യുവാൻ ദേവനിൻ കരുണയിതേ. യോഗ്യത ലേശവുമില്ലാതെ തിരഞ്ഞെടുത്തന്നെ തിരുഹിതം ചെയ്യുവാൻ ദേവനിൻ കരുണയിതേ. യോഗ്യത ലേശവുമില്ലാതെ ദൂതരിൻ കാവൽ മേഘത്തിൻ തണലും വാഗ്ദത്ത വചനവുമേ. പാതയിൽ മുടങ്ങാതെ കിടന്നു ദൂതരിൻ കാവൽ മേഘത്തിൻ തണലും വാഗ്ദത്ത വചനവുമേ. പാതയിൽ മുടങ്ങാതെ കിടന്നു. പാറയിൽ നിന്നുള്ള ശുദ്ധജലം, പാറയിൽ നിന്നുള്ള ശുദ്ധജലം, ദാഹം തീരെ കുടിച്ചിടാൻ. ക്ഷീണം തീർക്കുമതിവേഗം, ക്ഷീണം തീർക്കുമതിവേഗം. തിരഞ്ഞെടുത്തന്നെ തിരുഹിതം ചെയ്യുവാൻ ദേവനിൻ കരുണയിതേ. യോഗ്യത ലേശവുമില്ലാതെ തിരഞ്ഞെടുത്തന്നെ തിരുഹിതം ചെയ്യുവാൻ ദേവനിൻ കരുണയിതേ. യോഗ്യത ലേശവുമില്ലാതെ വൈരിയിൻ പോരുകൾ അനുദിനം പെരുകി സ്വസ്ഥതയില്ലാതെ. പാദത്തിലണയും നേരത്ത് വൈരിയിൻ പോരുകൾ അനുദിനം പെരുകി സ്വസ്ഥതയില്ലാതെ. പാദത്തിലണയുന്ന നേരത്ത് ഉന്നതനേശുവിൻ സന്നിധിയെ, ഉന്നതനേശുവിൻ സന്നിധിയെ. ഖിന്നത നീക്കുന്ന ഏകയിടം, ചാരുവനുത്തമമാറിടമേ, ചാരുവനുത്തമമാറിടമേ. തിരഞ്ഞെടുത്തന്നെ തിരുഹിതം ചെയ്യുവാൻ ദേവനിൻ കരുണയിതേ. യോഗ്യത ലേശവുമില്ലാതെ തിരഞ്ഞെടുത്തന്നെ തിരുഹിതം ചെയ്യുവാൻ ദേവനിൻ കരുണയിതേ. യോഗ്യത ലേശവുമില്ലാതെ അന്നതല്ലാതിന്നൊന്നുമില്ലീശോ തന്നിടുന്നെന്നെയുമേ. വിശവൻ കയ്യിൽ കളിമൺ പോ, അന്നതല്ലാതിന്നൊന്നുമില്ലീശോ തന്നിടുന്നെന്നെയുമേ. വിശവൻ കയ്യിൽ കളിമൺ പോ, തിരുഹിതം അതുപോലതുപോലെ. തിരുഹിതം അതുപോലെ രൂപപ്പെടുത്തണമെന്നെയുമേ. സഹിപ്പതിനുള്ളൊരു കൃപമതിയേ, സഹിപ്പതിനുള്ളൊരു കൃപമതിയേ. തിരഞ്ഞെടുത്തന്നെ തിരുഹിതം ചെയ്യുവാൻ ദേവനിൻ കരുണയിതേ. യോഗ്യത ലേശവുമില്ലാതെ തിരഞ്ഞെടുത്തന്നെ തിരുഹിതം ചെയ്യുവാൻ
മന്നേടയും അവരോട് ശോഭിതമാസദസവനാലേ ശോഭിതമാസദസവനാലേ ഇരുളിൻ കണികയിലുണ്ടവിടെ കുഞ്ഞാടാണതിൻ ദീപമെന്ന് കുഞ്ഞാടാണതിൻ ദീപമെന്ന് തിരഞ്ഞെടുത്തന്നെ തിരുഹിതം ചെയ്യുവാൻ ദേവനിൻ കരുണയിലെ യോഗദേശവുമില്ലാതെ തിരഞ്ഞെടുത്തന്നെ തിരുഹിതം ചെയ്യുവാൻ ദേവനിൻ കരുണയിലെ യോഗദേശവുമില്ലാതെ ആയുസ്സിൽ ഇതുപോലൊരു ഭാഗ്യം ആയുസ്സിലിതുപോലൊരു ഭാഗ്യം ജയ ജയ ജീവിത രഹസ്യമിതേ മരുവിലെ ജീവിത സമരത്തിൽ മരുവിലെ ജീവിത സമരത്തിൽ തിരഞ്ഞെടുത്തന്നെ തിരുഹിതം ചെയ്യുവാൻ ദേവനിൻ കരുണയിലെ ദേശവുമില്ലാതെ തിരഞ്ഞെടുത്തന്നെ തിരുഹിതം ചെയ്യുവാൻ ദേവനിൻ കരുണയിലെ ദേശവുമില്ലാതെ. ഇരുന്നൂറ്റി നാലാമത്തെ പദം. യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ കാലം ആസന്നമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ കാലം ആസന്നമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ ചേരുന്നാം വേഗത്തിൽ ഇമ്പവിടതിൽ കാണുന്നാമന്നാളിൽ പ്രിയൻ പൊന്മുഖം ചേരുന്നാം വേഗത്തിൽ ഇമ്പവിടതിൽ കാണുന്നാമന്നാളിൽ പ്രിയൻ പൊന്മുഖം യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ കാലം ആസന്നമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ കാലം ആസന്നമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ യുദ്ധങ്ങളും ക്ഷാമവും ഭൂകമ്പവും അടിക്കടി ഉയർന്നിടുമ്പോൾ യുദ്ധങ്ങളും ക്ഷാമവും ഭൂകമ്പവും അടിക്കടി ഉയർന്നിടുമ്പോൾ യേശു വരാൻ കാലമാ രൂപാന്തരം പ്രാപിക്കും കാന്തൻ യേശു വരാൻ കാലമാ രൂപാന്തരം പ്രാപിക്കും ചേരുന്നാം വേഗത്തിൽ ഇമ്പവിടതിൽ കാണുന്നാമന്നാളിൽ പ്രിയൻ പൊന്മുഖം ചേരുന്നാം വേഗത്തിൽ ഇമ്പവിടതിൽ കാണുന്നാമന്നാളിൽ പ്രിയൻ പൊന്മുഖം മണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ കാലം ആസന്നമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ കാലം ആസന്നമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ ദുഃഖങ്ങളും മരണമതും തേനും നീ ഭയപ്പെടാതെ ദുഃഖങ്ങളും മരണമതും തെല്ലും നീ ഭയപ്പെടാതെ ദേഹം മണ്ണോടു ചേർന്നെന്നാലും രൂപ
ആസന്നമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ ചടുചടെ ഉയർത്തും വിശുദ്ധരെല്ലാം കാഹളനാദം കേൾക്കുമ്പോൾ ചടുചടെ ഉയർത്തും വിശുദ്ധരെല്ലാം കാഹളനാദം കേൾക്കുമ്പോൾ ആരിൽ പതിടുന്ന മന്നാളിൽ രൂപാന്തരം പ്രാപിക്കും ആരിൽ പതിടുന്ന മന്നാളിൽ രൂപാന്തരം പ്രാപിക്കും ചേരും നാം വേഗത്തിൽ ഇമ്പവിടതിൽ കാണുന്ന മന്നാളിൽ പ്രിയൻ മുഖം ചേരും നാം വേഗത്തിൽ ഇമ്പവിടതിൽ കാണുന്ന മന്നാളിൽ പ്രിയൻ മുഖം യേശുമണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവനിൽ വെളിപ്പെടുവാൻ കാലം ആസന്നമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ 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 ആത്മാവിന്റെ നമസ്തേ കർത്താവിന്റെ കരങ്ങൾ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പതിനേഴാം സങ്കീർത്തനം. സങ്കീർത്തനം 17. യഹോവേ, ന്യായത്തെ കേൾക്കണമേ, എൻ്റെ നിലവിളിയെ ശ്രദ്ധിക്കണമേ. കപടമില്ലാത്ത അതിരങ്ങളിൽ നിന്നുള്ള എൻ്റെ പ്രാർത്ഥനയെ ചെവിക്കൊള്ളണമേ. നീ എൻ്റെ ഹൃദയത്തെ ശോധന ചെയ്തു, രാത്രിയിൽ എന്നെ സന്ദർശിച്ചു. നീ എന്നെ പരീക്ഷിച്ചു, ദുരുദ്ദേശമൊന്നും കണ്ടെത്തുന്നില്ല. എൻ്റെ വായ് ലംഘനം ചെയ്യുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. എൻ്റെ നടപ്പ് നിന്റെ ചുവടുകളിൽ തന്നെ ആയിരുന്നു, എൻ്റെ കാൽ വഴുതിയതുമില്ല. നിന്നെ ശരണമാക്കുന്നവരെ അവരോട് എതിർക്കുന്നവരുടെ കയ്യിൽ നിന്ന് നിന്റെ വലം കൈയാൽ രക്ഷിക്കുന്നവനായുള്ളോവേ, നിന്റെ അത്ഭുത കാരുണ്യം കാണിക്കണമേ. എന്നെ ചുറ്റിവളയുന്ന പ്രാണശത്രുക്കളും എന്നെ പിടിക്കാതെ വണ്ണം നിന്റെ ചിറകിൻ്റെ നിഴലിൽ എന്നെ മറച്ചു കൊള്ളണമേ. അവർ ഇപ്പോൾ തങ്ങളുടെ കാലടി തുടർന്നു ഞങ്ങളെ വളർന്നിരിക്കുന്നു. ഞങ്ങളെ നിലത്ത് തള്ളിയിടുവാൻ ദൃഷ്ടി വെക്കുന്നു. യഹോവേ, എഴുന്നേറ്റ് അവനോട് എതിർത്ത് അവനെ തള്ളിയിടണമേ. യഹോവേ, എൻ്റെ പ്രാണനെ നിന്റെ വാൾ കൊണ്ട് ദുഷ്ടന്റെ കയ്യിൽ നിന്നും ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും. ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ 17-ാമത്തെ സങ്കീർത്തനം ദാവീദിൻ്റെ പ്രാർത്ഥനയാണ്. ദാവീദ് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചാണ്. എങ്ങനെ പ്രാർത്ഥിക്കുന്നു, എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നാണ് ഈ സങ്കീർത്തനത്തിൽ പറയുന്നത്. അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദൈവമേ, ഞാൻ നിന്നോട് അപേക്ഷിച്ചിരിക്കുന്നു, നീ എനിക്ക് ഉത്തരം അരുളുമല്ലോ. നിന്റെ ചെവി എന്നിലേക്ക് ചായ്ച്ച് എൻ്റെ അപേക്ഷ കേൾക്കണമേ.
അപേക്ഷിക്കുകയാണ്. കർത്താവ് ദൈവത്തോട് അവൻ്റെ സങ്കടങ്ങളെക്കുറിച്ച് പറയുകയാണ്. എന്താണ് അവിടുത്തെ സങ്കടങ്ങൾ? അവൻ്റെ 9, 11, 12 വാക്യത്തിൽ പറയുന്നു എന്താണ് അവൻ്റെ സങ്കടങ്ങൾ. എന്നെ കൊള്ളയിടുന്ന ദുഷ്ടന്മാരും എന്നെ ചുറ്റിയിരിക്കുന്ന പ്രാണശത്രുക്കളും എന്നെ പിടിക്കാതെ നിന്റെ ചിറകൻ്റെ നിഴൽ എന്നെ കാത്തുകൊള്ളണമേ. 11 വാക്യത്തിൽ പറയുന്നു, അവർ ഇപ്പോൾ ഞങ്ങളുടെ കാലടി തുടർന്ന് ഞങ്ങളെ വളഞ്ഞിരിക്കുന്നു, ഞങ്ങളെ നിലത്ത് തള്ളിയിടുവാൻ ദൃഷ്ടി വയ്ക്കുന്നു. കടിച്ചു കീറുവാൻ കൊതിക്കുന്ന സിംഹം പോലെയും മറവിടങ്ങളിൽ പതിയിരിക്കുന്ന ബാലസിംഹം പോലെയും തന്നെ. തന്നോട് എതിർക്കുന്ന തൻ്റെ ശത്രുക്കളെക്കുറിച്ച് ദാവീദ് പറയുകയാണ്. തനിക്ക് പ്രാണഹാനി വരുത്തുവാൻ പോകുന്ന ശത്രുക്കളെക്കുറിച്ച് ദാവീദ് ദൈവത്തോട് പറയുകയാണ്, അവർ എനിക്ക് എൻ്റെ പ്രാണന് വേണ്ടി പതിയിരിക്കുന്നു, എൻ്റെ ശത്രുക്കൾ എന്നെ നേരെ എതിർക്കുന്നു. ഇതിനെക്കുറിച്ചൊക്കെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്ന ദാവീദിനെ കാണുന്നു. പക്ഷേ എങ്ങനെയാണ് ദാവീദ് പ്രാർത്ഥിക്കാൻ വന്നതെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, 1 തൊട്ടുള്ള 5 വരെയുള്ള വാക്യങ്ങൾ അതിനെക്കുറിച്ചാണ് പറയുന്നത്. 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, യഹോവേ ന്യായത്തെ കേൾക്കണമേ, എൻ്റെ നിലവിളി ശ്രദ്ധിക്കണമേ, കപടമില്ലാത്ത അധരത്തിൽ നിന്നുള്ള എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കപടമില്ലാത്ത അധരത്തിൽ നിന്നുള്ള എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. നമ്മളും ദൈവത്തെ അറിഞ്ഞവരാണ്, ക്രിസ്തുവിൽ കൂടെ രക്ഷയെ നമ്മൾ വിശ്വസിക്കുന്നവരാണ്, നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരാണ്. നമുക്കിങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കുമോ? കപടമില്ലാത്ത അധരത്തിൽ നിന്നുള്ള എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. ഇങ്ങനെ ക്രിസ്തുവിന് മുമ്പിലിരുന്ന് ദൈവം എൻ്റെ വായിൽ നിന്ന്, കപടമില്ലാത്ത വായിൽ നിന്നുള്ള അധരത്തിൽ നിന്നുള്ള എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്ക് എത്ര ഹൃദയത്തിൽ നിന്ന് ദൈവത്തോട് ഇങ്ങനെ നിലവിളിക്കാൻ പറ്റും? നമ്മൾ പലപ്പോഴും നമ്മുടെ ഹൃദയങ്ങളെയും നമ്മുടെ ശോധനകളെയും ഉള്ളതുപോലെ അറിയുന്ന നമ്മുടെ ദൈവത്തിന് മുമ്പിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ നമുക്ക് ദാവീദിനെ പോലെ പ്രാർത്ഥിക്കാൻ നമുക്ക് ഇതുവരെ സാധിച്ചിട്ടുണ്ടോ? എത്ര നാളായി നമ്മൾ ദൈവത്തിനെ ക്രിസ്തുവിനെ പിൻപറ്റുന്നു, നമ്മൾ വിശ്വാസമുണ്ടെന്ന് പറയുകയൊക്കെയും ചെയ്യുമ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയാത്തത്? നമ്മുടെ വിശ്വാസത്തിൻ്റെ കുറവ് കൊണ്ടും നമ്മുടെ പോരായ്മ എവിടെയാണെന്ന് നമ്മൾ ചിന്തിക്കുക. അധരം കൊണ്ട് നമ്മൾ പലപ്പോഴും നമ്മൾ പലയിടത്തും വിജയിച്ചാലും നമ്മൾ അധരങ്ങൾ കൊണ്ട് പാപങ്ങൾ ചെയ്യുന്നു. ദാവീദ് അവിടെ വിജയിച്ചുകൊണ്ട് പറയുവാണ്, കപടമില്ലാത്ത അധരത്തിൽ നിന്നുള്ള എൻ്റെ പ്രാർത്ഥന ചെയ്യുക. എത്ര ധൈര്യത്തോടെ പ്രാണയാൻ തക്കോണം ദാവീദിന് സാധിക്കുന്നു. നമ്മുടെ പരാജയം എവിടെയാണ്? ക്രിസ്തുവിൻ്റെ അടുത്ത് വരുമ്പോൾ നമ്മുടെ നാവിനെ സൂക്ഷിക്കുവാൻ, നമ്മുടെ തെറ്റുകൾ എവിടെയാണെന്ന് തിരിച്ചറിയുവാൻ തക്കോണം ഇടയായിത്തീരണം. അതുപോലെ തന്നെ അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, എനിക്കുള്ള വിധി നിന്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെടട്ടെ, നിന്റെ കണ്ണ് നേര് കാണുമാറാകട്ടെ. ദൈവം നമ്മളെ നോക്കുമ്പോൾ നമ്മുടെ നേര് കാണുന്നുണ്ടോ അതോ നമ്മുടെ കുറവുകളാണ് കാണുന്നത്? നമ്മുടെ നേര് കാണുവാൻ തക്കോണം ദൈവം നമ്മളെ നോക്കുമ്പോൾ നമുക്ക് അത്ര ഉറപ്പുണ്ടോ? ദാവീദ് പറയണേ, എൻ്റെ നേര് കാണണമേ. അത്ര ഉറപ്പോടെ പറയുവാണ്. നമ്മുടെ ജീവിതത്തിൽ എവിടെയാണ് നേരുണ്ടോ? നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ, മനുഷ്യരുടെ മുമ്പിൽ നമ്മൾ നേരുള്ളവരായിരിക്കും, വായിൽ നിന്ന് മോശമായിട്ടൊന്നും കാണുന്നില്ല. പക്ഷേ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവത്തിന് മുമ്പിൽ നമ്മൾ ഇരുന്നു കൊണ്ട് പറയണം, എൻ്റെ നേര് കാണണമേ, എന്നുള്ള നേര് കാണണമേ എന്ന് പറയാൻ തക്കോണം നമുക്ക് ഇതുവരെ സാധിച്ചിട്ടുണ്ടോ? പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ എൻ്റെ നേര് കാണണമേ എന്ന് പറയാൻ തക്കോണം നമ്മുടെ ജീവിതത്തിൽ ക്രമപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നീ എൻ്റെ ഹൃദയത്തെ ശോധന ചെയ്യുന്ന രാത്രി എന്നെ സന്ദർശിച്ചു, നീ എന്നെ പരീക്ഷിച്ച് ദുരുദ്ദേശമൊന്നും കണ്ടെത്തുന്നുമില്ല. എത്ര ഉറപ്പോടെ ഇതൊക്കെ വായിക്കുമ്പോൾ ചിലപ്പോൾ എനിക്കത് ഭയത്തോടെ തോന്നുന്നു. കാരണം ഇതൊന്നും എനിക്ക് ഇതുവരെയും അങ്ങനെ പ്രാർത്ഥിക്കാൻ ജീവിതത്തിൽ സാധിച്ചിട്ടില്ല. ഇത്ര ദുരുദ്ദേശവും കാണത്തില്ല എന്ന് ഉറപ്പോടെ പറയുന്ന ദാവീദ് നമ്മൾ പറയുകയാണ്, നീ എന്നെ പരീക്ഷിച്ച്. നമ്മളെ ദൈവം പരീക്ഷിച്ചാൽ നമ്മൾ എന്താണ് നമ്മുടെ അവസ്ഥ എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കണം. അവിടെ ദാവീദ് എന്നെ പരീക്ഷിച്ച് ദുരുദ്ദേശമൊന്നും കണ്ടെത്തുന്നില്ല, ഒരു ദുരുദ്ദേശം എന്നിൽ കണ്ടെത്താൻ കഴിയത്തില്ലാത്തവണ്ണം ഞാൻ ദൈവത്തിൽ നല്ല ഉദ്ദേശത്തോടെ ജീവിക്കുന്നുവെന്ന് ദാവീദ് പറയാൻ സാധിക്കുന്നു. അവിടെ നമ്മുടെ ജീവിതവും നമ്മുടെ വിശ്വാസവും നമ്മൾ ശോധന ചെയ്യണം. അതുപോലെ തന്നെ 3-ാമത്തെ വാക്യത്തിൻ്റെ അടുത്ത ഭാഗം പറയുന്നത്, നീ എന്നെ പരീക്ഷിച്ച് ദുരുദ്ദേശമൊന്നും കണ്ടെത്തില്ല, എൻ്റെ വായിലെ ലംഘനം ചെയ്യുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഒരു ഉറപ്പ് അവിടെ ചെയ്തിരിക്കുക, എൻ്റെ വാ കൊണ്ട് ഞാൻ ലംഘനം ചെയ്യുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. നമുക്ക് എപ്പോഴെങ്കിലും ഈ ഒരു ഉറപ്പ് ദൈവത്തിന് മുമ്പിൽ പറയാൻ സാധിച്ചിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് പൂർണ്ണമായി നിവർത്തിക്കാൻ തക്കോണം നമ്മുടെ ജീവിതത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ടോ? എപ്പോഴും ഹൃദയം നിറഞ്ഞു കവിയുന്നത് വാവ സ്ഥാപിക്കുന്നു. വായിൽ കൂടെ ഒരു തെറ്റ് സംഭവിക്കുന്നുവെങ്കിൽ നമ്മൾ പറയും, അയ്യോ വായ കൊണ്ട് അറിയാതെ തെറ്റുപോയപ്പോൾ. വായ കൊണ്ട് പറയുന്നത് ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. ഹൃദയം ശുദ്ധമല്ലാത്തതുകൊണ്ടും ഹൃദയം നിറഞ്ഞു കവിയുന്നതുമായ കാര്യങ്ങളാണ് നമ്മൾ നിരൂപിക്കുന്നതും പറയുന്നതുമായ കാര്യങ്ങൾ. അത് ഉറപ്പോടെ ക്രിസ്തുവിൻ്റെ മുമ്പിൽ, ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് നമുക്ക് പറയാൻ, കർത്താവേ ഞാൻ ഇനി ഒരിക്കലും ഇങ്ങനെ എൻ്റെ വാ കൊണ്ട് ലംഘനം ചെയ്യുകയില്ല. നമ്മൾ മറ്റുള്ളവരെ ഒന്നും ഉപദ്രവിക്കാനോ വഴക്ക് പിടിക്കാനോ പോകത്തില്ലായിരിക്കും. പക്ഷേ നമ്മൾ നാവ് കൊണ്ട് പലരെയും ഉപദ്രവിക്കുവാനും കൊല്ലുവാനും അവരെ നശിപ്പിക്കുവാനും തക്കോണം നമ്മുടെ നാവ് വളരെ ദോഷമായ ഒരു അവയവമാണെന്ന് യാക്കോബിൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇനി ഒരു പുതിയൊരു നിയമം ദൈവത്തോട് പറയാണ്, കർത്താവേ എൻ്റെ വായ
ലംഘനം ചെയ്യുകയില്ല, ഞാൻ ഉറച്ചിരിക്കുന്ന ഉറപ്പുള്ളവരായി തീരുവാൻ നമുക്ക് ഇടയായി തരണം. അതിൻ്റെ അടുത്ത വാക്യത്തിൽ പറയുന്നു, 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, മനുഷ്യരുടെ പ്രവൃത്തി കണ്ടിട്ട് ഞാൻ നിന്റെ അധരങ്ങളുടെ വചനത്താൽ നിഷ്ഠൂരന്മാരുടെ പാതകൾ സൂക്ഷിച്ചൊഴിഞ്ഞുമിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്താൽ ദുഷ്ടന്മാരുടെ പാത തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് മാറിപ്പോകുന്നതിനെ കുറിച്ച് ദാവീദ് പറയുന്നു. നമ്മൾ ദൈവത്തിൻ്റെ വചനം അറിയുന്നവരാണ്, പക്ഷേ ആ ദൈവത്തിൻ്റെ വചനം അറിഞ്ഞിട്ട് മറ്റുള്ള പിശാചിൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് ആ പാതയിൽ നിന്ന് തിരിച്ചു വരുവാൻ തക്ക നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം സഹായിച്ചിട്ടുണ്ട്. പലപ്പോഴും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. അയ്യോ അറിയാതെ ചെയ്തു എന്ന് നമ്മളൊക്കെ പരിഭവം പറയുന്നു, പല ദൈവത്തോട് തെറ്റ് പറയുന്നു. പക്ഷേ എന്തുകൊണ്ട് ഈ തെറ്റുകളെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നില്ല? ദൈവത്തിൻ്റെ വചനം പൂർണ്ണമായി അറിയുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കാത്തത് കൊണ്ടും ആ വചനം ഗൗരവമായി എടുക്കാത്തത് കൊണ്ടും ദാവീദ് പറയാണ്, മനുഷ്യരുടെ പ്രവൃത്തിയിൽ കണ്ടിട്ട് ഞാൻ നിന്റെ അധരങ്ങളുടെ വചനത്താൽ നിഷ്ഠൂരന്മാരുടെ പാതകൾ സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളും. മറ്റുള്ളവരുടെ പ്രവൃത്തിയെ സൂക്ഷിച്ച് നോക്കി അത് നേരുള്ളതാണോ അല്ലയോ എന്ന് നോക്കി, ദൈവത്തിന് ഹിതകരമാണോ അല്ലയോ എന്ന് നോക്കി അതിൽ നിന്ന് മാറി നടക്കുവാൻ തക്കവണ്ണം ഞാൻ ഇടയായിത്തീരും. അത് കഴിഞ്ഞ് എൻ്റെ 5-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, എൻ്റെ നടപ്പ് നിന്റെ ചുവടുകളിൽ തന്നെ ആയിരുന്നു. എൻ്റെ കാൽ വഴുതുകയുമില്ല. കാൽ വഴുതാതെ നിൽക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ തന്നെ നടക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ കാൽ വഴുതാതെ നിൽക്കുവാൻ തക്കവണ്ണം എൻ്റെ ജീവിതത്തിൽ ഇടയായിത്തീരുമെന്ന് ദാവീദ് പറയുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുവാൻ നമുക്ക് ഇടയായിത്തീരുന്നുണ്ടോ? അതുപോലെ തീത്തോസിന് എഴുതിയ ലേഖനത്തിൽ അതിൻ്റെ 2-ാമത്തെ അധ്യായത്തിൽ 7-8 വാക്യത്തിൽ ഇപ്രകാരം, വിരോധി നമ്മളെ കൊണ്ട് ഒരു തിന്മയും പറയാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിനും നിന്നെ തന്നെ സൽപ്രവൃത്തിക്ക് മാതൃകയായി കാണിക്കുക. ഉപദേശത്തിൽ നിർമ്മലതയിലും ഗൗരവവും ആക്ഷേപിച്ചുകൂടാത്ത പത്യവചനവും ഉള്ളവൻ ആയിരിക്കുക. മറ്റുള്ളവർ പിശാചി നമ്മളെ കുറ്റം പറയാൻ ഇടയാകരുത്. ദൈവസന്നിധിയിൽ നമ്മുടെ ശത്രു ഈ ദാവീദിനെ ഇവിടെ പലരും ദാവീദിനോട് വ്യക്തിപരമായി എതിർക്കുന്നതിനെ കുറിച്ച് പറയുന്നു. പക്ഷേ പുതിയ നിയമം നമ്മളോട് പറയുന്നു, ജഡരക്തങ്ങളോടല്ല നമുക്ക് ശത്രുത ഉള്ളത്, പിശാചിനോടാണ്. അന്നേരം അവൻ്റെ തന്ത്രങ്ങളെ നമ്മൾ അറിയാത്തവരായി പോകരുത്. നമുക്ക് അവനോട് എതിർത്ത് നിൽക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം, പത്യവചനം ആക്ഷേപിക്കുന്ന പത്യവചനമുള്ളവരായിരിക്കണം. ദൈവത്തിൻ്റെ വചനം മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവിനെ അനുസരിച്ചുകൊണ്ട് അവൻ്റെ നേര് പ്രവർത്തിക്കുന്നവരായി, ദുരുദ്ദേശമില്ലാത്തവരായി, വായി ലംഘനം ചെയ്യാതെ ദൈവത്തിൻ്റെ വചനത്താൽ ദുഷ്ടന്മാരുടെ പാത തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ നടക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടയായി തരണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന അനുഭവമാണ്. അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, തൃക്കൈ കൊണ്ട് ലൗകിക പുരുഷന്മാരുടെ വശത്തിൽ നിന്ന് വിടുവിക്കണമേ. അവരുടെ ഓഹരി ഈ ആയുസ്സിലത്രേ. നിന്റെ സമ്പത്ത് കൊണ്ട് നീ അവരുടെ വയറ് നിറയ്ക്കുന്നു. അവർക്ക് പുത്രസമ്പത്ത് ധാരാളമുണ്ട്. തങ്ങളുടെ ധനശിഷ്ടം അവർ കുഞ്ഞുങ്ങൾക്ക് വെച്ചിട്ട് പോകുന്നു. പക്ഷേ പലപ്പോഴും നമ്മൾ ക്രൈസ്തവരെന്ന് പറയുമ്പോഴും ക്രിസ്തു നമ്മുടെ ആഗ്രഹം ഇതാണ്, നമുക്ക് ധനസമ്പത്തും നമ്മുടെ ശേഷിപ്പും കുഞ്ഞുങ്ങൾക്ക് വെച്ച് നമുക്ക് ഇവിടുന്ന് പോകണം, അല്ലെ നമ്മൾ ഈ സുഖകരമായ ജീവിതത്തെ. പക്ഷേ ദാവീദ് അതിനെക്കുറിച്ച് എന്താ പറയുന്നത്? ആ അനുഭവം ലഭിക്കുന്നത് ലൗകിക പുരുഷന്മാരുടെ വശത്ത് നിന്ന് ഒഴിക്കണമേ. അവരുടെ ഓഹരി അതായത് ഈ ഭൗതികമായ ലോകത്തിൽ ജീവിക്കുന്ന ആഗ്രഹിക്കുന്നവരുടെ കാര്യത്തെക്കുറിച്ചാണ്. അവർക്ക് ദൈവ സമ്പത്ത് കൊടുക്കുന്നതും അവരുടെ വയറ് നിറയ്ക്കുന്നതും അവരുടെ പുത്രസമ്പത്ത് ധാരാളമുണ്ട്. അവരുടെ ധനശിഷ്ടം അവർ കുഞ്ഞുങ്ങൾ വെച്ചേച്ചു പോകുന്നു പറയുന്നു. അതുപോലെ തന്നെ റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 23 തൊട്ട് 26 വരെ ആകൃതി പറയുന്നു, ഒരു വ്യത്യാസമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവദേശം ഇല്ലാത്തവരായി തീർന്നിരിക്കുന്നു. അവൻ്റെ കൃപയാൽ ക്രിസ്തുയേശുവിലുള്ള വീണ്ടെടുപ്പ് സൗജന്യമായി നീതീകരിക്കപ്പെടുന്നത്. അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൻ്റെ ഭാഗമാണ്, ഞാനോ നീതിയിൽ അവൻ്റെ മുഖത്തെ കാണും. അതായത് ദൈവത്തിൽ പ്രത്യാശ വെച്ചിരിക്കുന്നവർ, ദാവീദ് പറയുന്നത് ഞാൻ ദൈവത്തിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു. ആ നീതിയെക്കുറിച്ച് പറയുന്നത്, നീതി എന്താണെന്നതിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ഒരു വ്യത്യാസമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവദേശം ഇല്ലാത്തവരായിത്തീരുന്നു. അവൻ്റെ കൃപയാൽ, അവരുടെ ദൈവത്തിൻ്റെ കൃപയാൽ ക്രിസ്തുയേശുവിലുള്ള വീണ്ടെടുപ്പ് സൗജന്യമായി നീതീകരിക്കപ്പെടുന്നത് വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ക്രിസ്തുവിനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. നമുക്ക് നീതിയായി നിർത്തിയിരിക്കുന്ന ക്രിസ്തുവാണ്. ക്രിസ്തുവിനെ നീതിയിൽ തൻ്റെ മുഖത്തെ കാണും. ക്രിസ്തുവിൽ കാണുമ്പോൾ സ്നേഹസ്വരൂപനായ ദൈവത്തെ കാണും. ക്രിസ്തുവിനെ പറഞ്ഞിരിക്കുന്നു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. നീതിമാനായ ക്രിസ്തുവിനെ കാണുമ്പോൾ നമ്മളെ സ്നേഹിച്ച സ്വന്തം പുത്രനെ നൽകി നമ്മളെ സ്നേഹിച്ച ദൈവത്തെ കാണുവാൻ തക്കോളം നമ്മുടെ ജീവിതത്തിൽ ഇടയായിത്തീരും. അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത ഭാഗത്ത് പറയുന്നു, ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാവും. നമ്മൾ ഉണരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഉറങ്ങുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ട്. അതിനാണ് നമ്മൾ മരണം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരു മരണമുണ്ട്. ആ മരണം കഴിഞ്ഞ് ഒരു ഉണരുന്ന ഒരവസ്ഥയുണ്ട്. അതിന് ഉയർത്തെഴുന്നേൽപ്പെന്നും പുനരുദ്ധാനമെന്നും ബൈബിൾ നമ്മളെ മനസ്സ് പഠിപ്പിക്കുന്നു. ആ പുനരുദ്ധാനത്തിൽ നമ്മൾ നിന്റെ രൂപം കണ്ട്, ക്രിസ്തുവിൻ്റെ രൂപം കണ്ട് തൃപ്തരാകുന്ന ഒരു അവസ്ഥ നമ്മുടെ
നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. ആ തൃപ്തരാകുന്നതിനെക്കുറിച്ച് ഫിലിപ്പർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ തൊട്ട് പറയുന്നു, അനേകർ ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു എന്ന് ഞാൻ കരഞ്ഞുകൊണ്ട് പറയുന്നു. അവരുടെ അവസാനം നാശം, അവരുടെ ദൈവം വയറ്. ലജ്ജയായാൽ അവർക്ക് മാനം തോന്നുന്നു. അവർ ഭൂമിയിലുള്ള ചിന്തിക്കുന്നു, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അതിന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയോടുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപരായി രൂപാന്തരപ്പെടുത്തും. നമുക്ക് ഇന്ന് നമ്മുടെ കണ്ണുകൊണ്ട് ക്രിസ്തുവിനെ കാണുവാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ അവിടെ പറയുകയാണ്, തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കി രൂപാന്തരപ്പെടുത്തും. അന്ന് ക്രിസ്തുവിനെ കാണുവാൻ തക്കമുള്ള ഒരു കണ്ണിന് നമുക്ക് കർത്താവ് തരും. അന്ന് ക്രിസ്തുവിനെ കാണുവാൻ തക്കവണ്ണം നമുക്ക് ഇടയായി തീരും. ആ കണ്ണുകൊണ്ട് ക്രിസ്തുവിനെ കണ്ട് തൃപ്തരായി തീരും. നമുക്കൊരു തൃപ്തി കിട്ടും. അന്ന് സങ്കീർത്തനക്കാരൻ ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട്, ക്രിസ്തുവിൻ്റെ രൂപം കണ്ട് തൃപ്തനാകുന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇത് കഴിഞ്ഞ് ഉണരുമ്പോൾ ഇത് നമുക്ക് ഈ ലോകത്തിൽ ഒരു ഉറക്കമുണ്ട്, മരണമുണ്ട്. ആ മരണം കഴിഞ്ഞ് നമ്മൾ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ക്രിസ്തുവിനെ കണ്ട് തൃപ്തരാകുവാൻ തക്കോണം നമ്മുടെ ശരീരത്തിന് പുതിയ ഒരു മഹത്വമുള്ള ശരീരം അനുകൂലമായി രൂപാന്തരപ്പെടും. നമുക്ക് മഹത്വമുള്ളൊരു ശരീരം നമ്മൾ ക്രിസ്തു തരും. അങ്ങനെ ക്രിസ്തുവിനെ നമുക്ക് കാണുവാൻ തക്ക ഇടയായി തീരണം. അതിന് ഇടയായി തീരണമെന്നുകൊണ്ട് ദാവീദ് പറഞ്ഞതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാനുള്ള ഇടയായി തീരണം. ദാവീദ് പറഞ്ഞ 1 തൊട്ടുള്ള 5 വരെയുള്ള വാക്യത്തിൽ നമ്മൾ അത് നന്നായിട്ട് പഠിച്ചാൽ നമുക്ക് പലപ്പോഴും ഒരു ഭയം തോന്നും. കാരണം നമുക്ക് ഇത്രയും നാളായിട്ട് എനിക്കത് പലപ്പോഴും അത് ഒരു കാര്യം പോലും പൂർണ്ണമായി പറയാൻ സാധിക്കുകയില്ല. എങ്കിലും നമ്മുടെ ആഗ്രഹവും ആവശ്യവും നമ്മുടെ താല്പര്യവും എല്ലാം അതിലേക്ക് എത്തിച്ചേരുവാൻ തക്ക ഇടയായി തീരുവാൻ നമുക്ക് സഹായിക്കണം. അതിനായി കർത്താവ് നമ്മളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സങ്കീർത്തനം. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ടൊരുങ്ങാം. മോളിയാൻറ്റി കടന്നു വന്ന് പ്രാർത്ഥിക്കാം. ഒന്നാമത് നമ്മുടെ മാടത്താനിലെ ഷിബു മോളും 10 ദിവസം മുന്നേ അവർ കുമളിയിൽ ഒരു കല്യാണം കൂടിയിട്ട് കടന്നു വന്ന വഴിക്ക് രാത്രി 9 മണിക്ക് പൊൻകുന്നത്ത് വെച്ച് അവരുടെ കാറ് കീഴ്മേൽ മറിഞ്ഞ് മോളുമൊക്കെ ICUവിലായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ ഡിസ്ചാർജ് കഴിഞ്ഞ അന്നുമാണ് എന്നെ വിളിച്ചത്. ഷിബുവാണ് വിളിച്ചത്. ബാക്കി എല്ലാവരെയും അത്ഭുതകരമായ കർത്താവ് വിടിവിച്ചു എന്ന് കേൾക്കുവാനിടയായി. മോള് ഇപ്പോഴും കിടപ്പിലാണ്. റിപ്സിന് ചില പൊട്ടലൊക്കെ ഉണ്ട്. അത് പൂർണ്ണമായി മാറേണ്ടതിന് നമുക്കവരെ സഭയായി ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. യോറേട്ടൻ്റെ വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന കുഞ്ഞോളാൻ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ തെക്കേലെ വത്സമയുടെ മകന് അനിലിന് നടുവേദനയാൽ ഭാരപ്പെട്ടിരിക്കുകയാണ്. പൂർണ്ണമായും കർത്താവ് അനിലിന് സൗഖ്യം കൊടുക്കേണ്ടതിന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനിലിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ കുഞ്ഞാളാൻ്റിയുടെ മകൾ അനുവിന് കൊടുത്ത വിടുതലിനായി സ്തോത്രം ചെയ്യാൻ, ജോലിക്ക് പോകാൻ കർത്താവ് കൊടുക്കുന്നതിനായി സ്തോത്രം ചെയ്യാൻ. യേശുവിൻ മൂലമെൻ യാതന നൽകുമെൻ, യേശുവിൻ മൂലമെൻ യാതന നൽകുമെൻ, ആശയിൽ കെഞ്ചിടും ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. മഹാപരിശുദ്ധനും നിത്യനും വാഴ്ത്തപ്പെട്ട സ്വർഗ്ഗീയ നല്ല പിതാവേ, നല്ല സന്ധ്യാസമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഒരു വിശുദ്ധ ദിവസത്തിൻ്റെ സന്ധ്യാസമയത്ത് അടിയങ്ങൾക്ക് ഒരുമിച്ച് ആലയത്തിൽ വരുവാൻ തക്കോണം സ്വർഗത്തിലെ ദൈവം തന്ന വലിയ ഉറവായി സ്തോത്രം ചെയ്യുന്നു. യാലിവും പരിശുദ്ധവും ദൈവത്വം കൊണ്ട് മുദ്രയിട്ട് സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, വന്ന് കൂടിയ മക്കളെ ദൈവസന്നിധിയിൽ പരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ കേൾക്കാരടിയിൽ വന്ന കുറവശങ്ങളെ നീ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിന്റെ ദൃശ്യനിരിക്കുന്ന ഒരു നിമിഷം വേറെ 1000 ദിവസത്തെ കാഴ്ചമാണെങ്കിലും ഹൃദയവേദനയോടെ സന്നിധിയിലായിരിക്കുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ വചനമടിയങ്ങളെ ആശ്വസിപ്പിക്കുന്ന
കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ, മരണങ്ങൾ നിറഞ്ഞ ലോക ജീവിതത്തിൽ അതുങ്ങളെ ഇന്നോളം കാത്തു പരിപാലിച്ച നല്ല ദൈവമേ, നിന്റെ തിരുസന്നിധിയിൽ പാന്തപ്പോണോ നിങ്ങളെ ബലപ്പെടുത്തി അനുഗ്രഹിച്ച കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അപ്പാ പിതാവേ, നിന്റെ തിരുസന്നിധിക്കുന്ന ഒരു നിമിഷം വേറെ 1000 ദിവസത്തെ കാലത്വമാണ്. എൻ്റെ കർത്താവിൻ്റെ കരമടിയങ്ങളോടും അടിയങ്ങളെല്ലാം ഭവനങ്ങളോടും കൂടി ആയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൂരദേശത്തായിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങൾ പരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അപ്പാ പിതാവേ, നിന്റെ പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അടിയങ്ങൾക്ക് തരണമേ. ഉത്തരം വിശ്വസിക്കുന്നതിന് നിത്യജീവൻ ഉണ്ടെന്നാൽ നിത്യസ്വർഗ്ഗം പിതാവേ, നിത്യജീവൻ്റെ ഓഹരിക്കാരാക്കി അടിയങ്ങളെ തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ കുടുംബങ്ങളെയും ദൈവകരങ്ങളിലേക്ക് പരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മനുഷ്യനെ കുടുംബമായി അനുഗ്രഹിക്കുമാറാണമേ. എൻ്റെ മകന് കൊടുത്ത എല്ലാ നന്മകൾക്കായി സ്തോത്രം ചെയ്യുന്നു. എൻ്റെ വചനം പറയുവാണ്ട് ശക്തിയും ബലമൊക്കെയും കൊടുത്ത് അനുഗ്രഹിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പാ അടിയങ്ങളോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ നിമിഷം വരെ അടിയങ്ങൾ വന്നുപോയ എല്ലാ പ്രവേശങ്ങളെയും അവിടുന്ന് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭാരപ്പെടുന്ന എല്ലാ മക്കളെയും ദൈവകരങ്ങളിലേക്ക് പരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിങ്ങൾ ആൻറ്റിയെ ദൈവസന്നിധി പരമേൽപ്പിക്കുന്നു. എൻ്റെ മകളുടെ ഭാരം നീ അറിയുന്ന കർത്താവെ. ആശ്വാസം നീ കൊടുക്കണമേ, സമാധാനം നീ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകം തരുന്ന സമാധാനങ്ങളുടെ കർത്താവിൻ്റെ സമാധാനത്തിൽ നിൻ്റെ മകളെ യോഗ്യരാക്കണമേ. വളരെ ഭാരത്തിലും പ്രയാസത്തിലും ഇരിക്കുന്ന കർത്താവെ, നീ അവിടുന്ന് സമാധാനത്തോടെ ആക്കിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അനുവിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ മകൾക്ക് കർത്താവ് ഈ രോഗത്തിൽ നിന്ന് വിടുതൽ കൊടുത്ത വലിയ ദയക്കായി സ്തോത്രം ചെയ്യുന്നു. ജോലിക്ക് പോകാൻ അവിടുന്ന് കൃപ കൊടുത്തല്ലോ കർത്താവെ. ആ ദയോർത്തടയെന്ന് നിന്നെ ശ്രദ്ധിക്കുന്നു പിതാവേ. മോളുവിനെയും ഷിബുവിനെയും താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവെ. എൻ്റെ മക്കൾക്ക് വന്ന ആപത്തിൽ നിന്ന് അനർത്ഥങ്ങളിൽ നിന്ന് കർത്താവ് വിടുവിച്ചു. മരണത്തിന് ഏൽപ്പിക്കാതെ വണ്ണം കാത്തു പരിപാലിച്ച വലിയ ദൈവോർത്ത് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. മുഴുവനെ കൃത്യമായി തിരുസന്നിധിയിൽ ഏൽപ്പിക്കുന്നു. ഇപ്പോഴുള്ള ശാരീരിക ബലഹീനതകളും പ്രയാസങ്ങളൊക്കെ മാറ്റി സമാധാനത്തോടെ ആയിരിക്കാൻ സ്വർഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. എല്ലാ ഭവനങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അനിലിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ മകൻ്റെ നടുവേദന പ്രയാസങ്ങളൊക്കെ ദൈവമേ നീ മാറ്റിക്കൊടുത്ത് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിങ്ങളെല്ലാ ഭവനങ്ങളെ അനുഗ്രഹിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശത്രു തൊടാതെ വണ്ണം പുരുഷൻ്റെ കയ്യിലേക്ക് പൊട്ടാതെ വണ്ണം കർത്താവ് കാത്ത് പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീതാണ് നിങ്ങളുടെ ദൈവമാണ്, മരണത്തിൽ നിന്നുള്ള നീക്കിപ്പോക്ക് കർത്താവായ പോയിട്ടുള്ളതെന്ന് ഞാൻ പറയും. ദൈവമായ കർത്താവെ, ആരുടെ അനുഗ്രഹത്തിന് തടസ്സമായിരിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. പ്രാർത്ഥിക്കുന്ന ദൈവമേ, പാപത്തിൻ്റെ പടുവഴിയിൽ നിങ്ങളെ വേർതിരിച്ച് ക്രിസ്തുവാകുന്ന പാറമേൽ ഉറപ്പിച്ചു നിർത്തിയിരിക്കാൻ സ്തോത്രം കർത്താവെ. എല്ലാ മക്കളെയും ഒരു പ്രാവശ്യം കൂടെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. എല്ലാ ഭവനങ്ങളെ അനുഗ്രഹിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അടിയങ്ങളെ മടങ്ങിപ്പോവും സ്ത്രീയപ്പൻ്റെ വൻചെറിയങ്ങളെ കാത്തുകൊള്ളണമേ, പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട് മഹത്വം എടുത്ത് മറുപടി തന്നതിനായ സ്തോത്രം. സകലമാനവും മഹത്വവും കർത്താവ് എടുക്കണമേ. കാലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ ഉത്തരവാണ്. ആരാധനയ്ക്കായിട്ട് എല്ലാവർക്കും എഴുന്നേക്കാം. പാഠപുസ്തകത്തിലെ 41-ാമത്തെ പാട്ട്. സർവ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. സർവ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. ഈ ജോഡികാലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനെ. ഈ ജോഡികാലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനെ. യേശു മാറാത്തവേ, യേശു മാറാത്തവേ, യേശു മാറാത്തവേ, എത്ര നല്ലവേ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവേ, യേശു മാറാത്തവേ, യേശു മാറാത്തവേ, എത്ര നല്ലവേ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. തൻ്റെ കരുണയെത്രയോ അതിവിശുദ്ധം സ്നേഹ ആശ്ചര്യമേ. തൻ്റെ കരുണയെത്രയോ അതിവിശുദ്ധം സ്നേഹമാശ്ചര്യമേ. എൻ്റെ ലംഘനങ്ങളും അകൃത്യങ്ങളുമെല്ലാം അകറ്റിയ തൻ്റെ സ്നേഹത്താൽ
തന്റെ സ്നേഹത്താൽ യേശു മാറാത്തവേ യേശു മാറാത്തവേ യേശു മാറാത്തവേ എത്ര നല്ലവേ ഇന്നുമെന്നും കൂടെയുള്ളവേ യേശു മാറാത്തവേ യേശു മാറാത്തവേ യേശു മാറാത്തവേ എത്ര നല്ലവേ ഇന്നുമെന്നും കൂടെയുള്ളവേ ലോകശൈലയിലെനിക്ക് സഹായവേ അകാല ഗീതഭൂമവേ ലോകശൈലയിലെനിക്ക് സഹായവേ അകാല ഗീതഭൂമവേ നല്ല വൈദ്യനും ദിവ്യൗഷധവുമൻ ആത്മസഖിയുമവൻ തന്നെ നല്ല വൈദ്യനും ദിവ്യൗഷധവുമൻ ആത്മസഖിയുമവൻ തന്നെ യേശു മാറാത്തവേ യേശു മാറാത്തവേ യേശു മാറാത്തവേ എത്ര നല്ലവേ ഇന്നും കൂടെയുള്ളവേ യേശു മാറാത്തവേ യേശു മാറാത്തവേ യേശു മാറാത്തവേ എത്ര നല്ലവേ ഇന്നും കൂടെയുള്ളവേ സിയോനിൽ വാണിടുവാനായി വിളിച്ചു തന്റെ ശ്രേഷ്ഠോപദേശവും തന്നു സിയോനിൽ വാണിടുവാനായി വിളിച്ചു തന്റെ ശ്രേഷ്ഠോപദേശവും തന്നു ആരെന്തരൽഭുതമീ കൃപയെ ഓർക്കുമ്പോൾ നന്ദി കൊണ്ടുള്ളം തിന്നുന്നേ ആരെന്തരൽഭുതമീ കൃപയെ ഓർക്കുമ്പോൾ നന്ദി കൊണ്ടുള്ളം തിന്നുന്നേ യേശു മാറാത്തവേ യേശു മാറാത്തവേ യേശു മാറാത്തവേ എത്ര നല്ലവേ ഇന്നും കൂടെയുള്ളവേ യേശു മാറാത്തവേ യേശു മാറാത്തവേ യേശു മാറാത്തവേ എത്ര നല്ലവേ ഇന്നും കൂടെയുള്ളവേ തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധർക്ക് അവകാശം ഞാനും പ്രാപിപ്പാൻ തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധർക്ക് അവകാശം ഞാനും പ്രാപിപ്പാൻ ദിവ്യാത്മാവാൽ ശക്തീകരിച്ചെന്നെയും തൻ സന്നിധിയിൽ നിർത്തിയിടുമേ ദിവ്യാത്മാവാൽ ശക്തീകരിച്ചെന്നെയും തൻ സന്നിധിയിൽ നിർത്തിയിടുമേ യേശു മാറാത്തവേ യേശു മാറാത്തവേ യേശു മാറാത്തവേ എത്ര നല്ലവേ ഇന്നും കൂടെയുള്ളവേ യേശു മാറാത്തവേ യേശു മാറാത്തവേ യേശു മാറാത്തവേ എത്ര നല്ലവേ ഇന്നും കൂടെയുള്ളവേ ലോകശൈലിയിലേക്ക് സഹായവേ കാല ഗീതഭൂമവേ ലോകശൈലിയിലേക്ക് സഹായവേ കാല ഗീതഭൂമവേ നല്ല വൈദ്യനോ ദിവ്യ ഔഷധവുമൻ ആത്മസഖിയുമവൻ തന്നെ നല്ല വൈദ്യനോ ദിവ്യ ഔഷധവുമൻ ആത്മസഖിയുമവൻ തന്നെ യേശു മാറാത്തവേ യേശു മാറാത്തവേ യേശു മാറാത്തവേ എത്ര നല്ലവേ ഇന്നും കൂടെയുള്ളവൻ യേശു മാറാത്തവേ യേശു മാറാത്തവേ യേശു മാറാത്തവേ എത്ര നല്ലവേ ഇന്നും കൂടെയുള്ളവൻ യേശു മാറാത്തവേ യേശു മാറാത്തവേ യേശു മാറാത്തവേ എത്ര നല്ലവേ ഇന്നും കൂടെയുള്ളവൻ യേശു മാറാത്തവേ യേശു മാറാത്തവേ യേശു മാറാത്തവേ എത്ര നല്ലവേ ഇന്നും കൂടെയുള്ളവൻ ഹല്ലേലൂയ 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 ഇത്രത്തോളം നമ്മളെ നടത്തിയ യേശുവിന് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സന്തോഷം കടന്നു വന്ന ദൈവത്തിന്റെ വാതിൽ തുറക്കാൻ പ്രാർത്ഥിക്കുന്നു. സ്നേഹവാനായ യേശുക്രിസ്തുവേ,
വൈകുന്നേരം എത്ര പേർ കൂടി വരുവാൻ തന്ന അവസരത്തിനായി നന്ദിയോടെ നിന്നുകൂടെ സ്തോത്രം ചെയ്യുന്നു. മോൻചായൻ ഈ വചനങ്ങൾ പറയുമ്പോൾ അത് നമുക്ക് എല്ലാവർക്കും പ്രത്യക്ഷമാക്കുവാനും വചനം നമ്മുടെ ഉള്ളിൽ സംഗ്രഹിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനും അതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ദൈവമേ ഇടയാക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവെ വചനങ്ങളെ ദൈവമേ മോൻചായൻ്റെ ഉള്ളിലേക്ക് വചനങ്ങളെ തുറന്നു കൊടുക്കുന്ന ദൈവമയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവമേ കടന്നു വന്ന എല്ലാ നിങ്ങളെ അനുഗ്രഹിക്കണമേ. അവരുടെ ഭാവി കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ദൈവമേ അനുഗ്രഹിക്കും. നിങ്ങളുടെ വിദ്യാഭ്യാസം തുടങ്ങുന്ന കർത്താവെല്ലാം ദൈവമേ കൂടെ ഇരിക്കുന്ന കുറേക്കായി നമ്മോടെ സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ ഭാവിയെല്ലാം നിങ്ങളെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അടുത്ത ദിവസങ്ങളായി കൂടി പോകുന്നു നിങ്ങളെല്ലാം ഞങ്ങൾ സമർപ്പിക്കുന്നു. അവരുടെ ആവശ്യങ്ങളോടുകൂടെ ഇരിക്കണമേ. ദൈവമേ സാമ്പത്തിക കാര്യങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം ദൈവമേ കൂടെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവചനം ഞങ്ങൾക്ക് എല്ലാവർക്കും ദൈവമേ കൂടുതലായി പ്രയോജനപ്പെടുവാൻ ഇടയാക്കണമെന്നേ. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ കഴിഞ്ഞ അപേക്ഷിച്ച് നോക്കുകയോടെ കേൾക്കണമേ. ആമേൻ. യേശു നല്ലവൻ, യേശു വല്ലവൻ.